ഹലോ ഫ്രണ്ട്സ്, നമ്മളിൽ ഭൂരിഭാഗം പേരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മുഖക്കുരു അല്ലെങ്കിൽ പിമ്പിൾസ്. എന്നാൽ അതിനേക്കാൾ വലിയൊരു അഗളി നമ്മൾ കാണിക്കാറുണ്ട്. അതെന്താണെന്നറിയോ? അത് അറിയാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ നമ്മൾ തന്നെ അത് പൊട്ടിക്കുന്നത്. ഇന്നലെ എനിക്ക് ഇതേപോലെ ഒരു കുരു പൊട്ടി. ആ സമയത്ത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. കുരു പൊട്ടിയാൽ ഉടനെ നമ്മൾ പലതരം ക്രീമുകളോ മരുന്നുകളോ വാരി തേക്കാറുണ്ട്. എന്നാൽ ദയവ് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. അത് അവസ്ഥ കൂടുതൽ മോശമാക്കും. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. ഓക്കെ. ആദ്യമായി ചെയ്യേണ്ടത് കുരു പൊട്ടിയ ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ്. അധികം കെമിക്കലുകൾ ഇല്ലാത്ത ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് മുഖം നന്നായി കഴുകിയെടുക്കുക. കഴുകുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം, കണ്ണിൽ പെടാതെ കഴുകണം. എനിക്ക് ഇന്നൊരു അഗളി പറ്റി. ഞാൻ ഫസ്റ്റ് കഴുകുമ്പോൾ അത് നോക്കാതെ ആ ഭാഗത്ത് തേച്ച് വിട്ടു. പക്ഷേ അങ്ങനെ ചെയ്യരുത്. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചെയ്യണം. പിന്നെ എൻ്റെ കണ്ണിന് നല്ലൊരു പണി കിട്ടി, കണ്ണിൽ പെട്ടതുകൊണ്ട്. അതുപോലെ ആരും അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഓക്കെ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. മുഖം കഴുകിയ ശേഷം ടവൽ ഉപയോഗിച്ച് ഒരിക്കലും അമർത്തി തുടക്കരുത്. അമർത്തുമ്പോൾ ആ ഭാഗത്ത് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകാനും പാട് വീഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു സോഫ്റ്റ് ടവൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് പതുക്കെ ഒപ്പി മാത്രം വെള്ളം ഉണക്കിയെടുക്കുക. മുഖം ഉണങ്ങിയ ശേഷം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആ ഭാഗം ഒരുപാട് വരണ്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരണ്ടു പോകാതിരിക്കാൻ ഒരുപാട് ലൈറ്റായ കെമിക്കൽ ഇല്ലാത്ത ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച ക്രീം മാത്രം ചെറുതായി തേച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ ഓയിൽ സ്കിൻ ആണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒന്നും തേക്കാൻ നിൽക്കരുത്. അത് അങ്ങനെ തന്നെ വെറുതെ വിടുക. നമ്മുടെ ചർമ്മത്തിന് അത് തനിയെ ഹീൽ ചെയ്യാനുള്ള അഥവാ ഉണങ്ങാനുള്ള ശേഷിയുണ്ട്. കൂടുതൽ ക്രീമുകൾ തേച്ചാൽ സുഷിരങ്ങൾ അടഞ്ഞ് വീണ്ടും കുരുക്കൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം, കുരു ഉള്ള ഭാഗത്ത് വെറുതെ കൈകൊണ്ട് തൊട്ട് നോക്കരുത്. അത് ആ കുരുവിന് വളം പോലെയാണ്. അത് കൂടുതൽ വലുതാകാനും അത് ഇൻഫെക്ഷൻ ആകാനും സാധ്യതയുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. വീഡിയോ കാണുന്നതിനിടയിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ. അപ്പോൾ ഓർക്കുക, മുഖക്കുരു പൊട്ടിയാൽ പരിഭ്രാന്തരായി കണ്ണിൽ കണ്ട മരുന്നുകളൊന്നും വാരി തേക്കരുത്. വൃത്തിയായി സൂക്ഷിക്കുക. സ്കിൻ ടൈപ്പ് നോക്കി മാത്രം പരിചരിക്കുക. പിന്നെ മുഖക്കുരു ഉള്ള സമയത്ത് ഫേസ് പാക്ക് യൂസ് ചെയ്യരുത്. അത് മാറിയതിന് ശേഷം മാത്രം ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മുഖക്കുരു കാരണം ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ ടിപ്പുകൾക്കായി പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. അപ്പോൾ ഇതുപോലെയുള്ള കൊച്ചു ഹോം റെമഡി നാച്ചുറൽ ടിപ്സുമായി ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.